കപ്പ ഉലത്തിയത് എങ്ങനെ റെഡിയാക്കണേന്ന് നോക്കാം. അതിനായി ആവശ്യത്തിനായിട്ടുള്ള കപ്പ കുക്കറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, സവാള ഇവയെല്ലാം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് വെക്കേണ്ടത്. ഇനി ചട്ടി ചൂടായി അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിക്കാനായിട്ട് മാറ്റി വെച്ച കപ്പ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ആ കൂട്ടത്തിലോട്ട് 2-3-4 കഷ്ണം വറ്റൽമുളകും മുറിച്ച് നന്നായിട്ട് ഇടുക. ഒരു ചട്ടി വയ്ക്കുക. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വേപ്പില, വറ്റൽമുളക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ആഡ് ചെയ്യാം. സവാളയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം നന്നായിട്ട് വഴണ്ട് വരാൻ നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ആകെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇവിടെ കപ്പ ഉലത്താനായിട്ട്. മുളക് പൊടിയും ചേർക്കുന്നവരുണ്ട്. ഇവിടെ ഇപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന വരെ, ആ ഒരു പാകത്തിന് എത്തണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുവിധം സവാളയെല്ലാം വാടി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളത്തിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയും കൊടുക്കാം. അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഉലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറിയുടെ കൂടെയൊക്കെ ഇത് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത്